ആവശ്യം ശക്തമാകുന്നു. പാലം പൊളിഞ്ഞ് 7 വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ പാലം എന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. കാരാകുറുശ്ശി പള്ളിക്കുറുപ്പ് കുണ്ടുംകണ്ടം എഴുത്തോംപാറ പാലമാണ് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് മാത്രമായി ഒതുങ്ങിയിട്ടുള്ളത്. പഞ്ചായത്ത്, കൃഷിവകുപ്പ്, ആശുപത്രി, സ്കൂൾ ഉൾപ്പെടെ ജില്ലാ പൊതു ആവശ്യങ്ങൾക്കും ഇവിടുത്തുകാർ ഉപയോഗിച്ചിരുന്ന എളുപ്പ വഴിയായിരുന്നു ഈ പാലം. വോട്ട് മാത്രമേ അന്തന്മാർക്ക് വന്നു. ഇവിടെ പാലം പണി നടക്കണില്ല. പാലം അത്യാവശ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പോയി മരുന്ന് കൊടുക്കണമെങ്കിൽ ഏജിയ പോകണം, പഞ്ചായത്തിലേക്ക് പോകണം. നടക്കാനാണ് പൈസ അതും കാര്യമില്ല. എങ്ങനെ ഇത് കഴിഞ്ഞു കൂടുക? അവിടെയാണേ കാരാകുറുശ്ശി പഞ്ചായത്ത് അവിടെ പോയാലേ മരുന്ന് കൊടുത്തു ആശുപത്രിയിൽ പോയാലേ എങ്ങനെ പോകുക പറഞ്ഞേക്കോ? പിന്നെ ഇത് 2-3 കൊല്ലായി തെങ്ങ് വന്ന് ഒടിച്ചു പോയതാണ്. രാത്രിക്കാണ് പാലം ഇറങ്ങിയത്. പിന്നെന്താ കാട്ടുക? പാലം എന്താ വരാത്ത? മന്ത്രിമാർക്ക് ഓട്ടല്ലേ വേണ്ടുള്ളൂ. അതന്നെ പാലം വരുന്നില്ല. പാലം പണി തുടങ്ങിയാൽ 2 വരെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതത്. 2019 8 കോടി വകയിരുത്തി 2021 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണിത്. പിന്നീട് കരാറെടുത്ത മലബാർ ടെക് എന്ന കമ്പനി ജോലിയുമായി മുന്നോട്ടു പോകാനാകില്ല എന്നറിയിച്ച് പിന്മാറി. തുടർന്നുണ്ടായ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ വശങ്ങളിൽ 10 മീറ്റർ വീതിയിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 13 കോടിയായി തുക ഉയർത്തി. കെ ശാന്തകുമാരി MLA സാന്നിധ്യത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തി ആളുകൾ റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ സമ്മതം അറിയിച്ചതുമാണ്. കാലങ്ങൾ കടന്നുപോയിട്ടും പാലം ഇപ്പോഴും പ്രതീക്ഷ മാത്രമായി കിടക്കുന്നു. കുണ്ടുകണ്ടം അമ്പലത്തിന്റെ പരിസരവാസികളും കൂടിയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു എന്തൊരാവശ്യത്തിനും പോകേണ്ട ആവശ്യം കാരാകുറുശ്ശി ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ അവിടെയാണ്, കൃഷിഭവൻ അവിടെയാണ്, പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെയാണ്, അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി അവിടെയാണ്. ഞങ്ങൾക്ക് അവിടെ എല്ലായിടത്തും പോകണമെങ്കിൽ ഈ ഒരു ഒറ്റ പാലം മുഖേന ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാത്ത 10 കിലോമീറ്റർ ചുറ്റി പോകേണ്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 4 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾക്ക് നടന്നിട്ടെങ്കിലും പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുമാതിരി നല്ല ഒരു ഓട്ടോറിക്ഷ പോയിരുന്ന ഒരു ഓട്ടോറിക്ഷ ജീപ്പൊക്കെ പോയിരുന്ന ഈ പാലത്തിന് മുകളിൽ കൂടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു അവസ്ഥയിലില്ല. വെള്ളം കയറി വന്നാൽ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ചെക്ക് ഡാമിൽ കൂടെയും കയറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതെന്ന്. ഇതിനൊരു പോംവഴി സർക്കാർ കണ്ടെത്തണം എന്നും പിന്നെ എത്രയും വേഗം നടപടി എടുത്തു തരണമെന്നും അപേക്ഷിക്കുന്നു. കുണ്ടുകണ്ടം പ്രദേശത്തുള്ള 300ഓളം കുടുംബങ്ങൾക്ക് കാരാകുറുശ്ശി പഞ്ചായത്തിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണമെങ്കിൽ 10 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. പുഴയ്ക്ക് ഇരുവശത്തുമുള്ള ആളുകൾ തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥയുമായി. സംസ്ഥാന സർക്കാരിന്റെ നടപടി പ്രതിഷേധാത്മകമാണെന്നും ഇനിയും ഇവിടെയുള്ള ജനങ്ങളെ ഈ പാലത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ല. എത്രയും വേഗം പാലം നിർമ്മിച്ചു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ പറഞ്ഞു. എഴുത്തോംപാറ പാലം 2018 പ്രളയത്തിൽ തകർന്ന പാലം 2021 ജൂലൈ മാസം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും കോങ്ങാട് MLA ആയിട്ടുള്ള ശാന്തകുമാരിയും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഈ പാലത്തിന്റെ അവസ്ഥ ഇന്നെന്താണ്? ഈ പാലം ഇന്നും ഇവിടെ ജീവച്ഛവമായി നിലനിൽക്കുകയാണ്. ഈ എഴുത്തോംപാറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് തന്നെയാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയിട്ടുള്ളത്. ആ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്നു മാത്രമല്ല മണ്ണാർക്കാട് കോങ്ങാട് റോഡ് ഇപ്പോ തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇപ്പോഴും ഈ എഴുത്തോംപാറ പാലം ഇവിടെ അനാഥമായി കിടക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്ന കാരാകുറുശ്ശിയിലേക്കുള്ള സഞ്ചാരപാത, അതുപോലെ തന്നെ വാഴയംപുറത്തുള്ള കൃഷി ഓഫീസ്, മൃഗാശുപത്രി പോലുള്ള മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഈ പുഴയ്ക്കക്കരെയാണ്. ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും കോങ്ങാട് MLA ശാന്തകുമാരിയും. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നിരന്തരമായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്, വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് റോഡിന്റെ അളവുകൾ എടുത്തുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ദ്വീപായി മാറിയിരിക്കുകയാണ്. കുണ്ടുകണ്ടം എന്ന് പറയുന്ന പ്രദേശം മണ്ണാർക്കാട് നിന്ന് വരുന്ന സമയത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പാലം വന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കാരാകുറുശ്ശിയിലേക്കുള്ള ഗതാഗതം സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കാരാകുറുശ്ശിയിലേക്ക് 10 കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടത്. ഇത് അധികാരികൾ കണ്ണു തുറക്കണം. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള തവണ
ഞങ്ങൾ വിവിധ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.